ലിജോ ജോസ് പെല്ലിശ്ശേരി ആധുനിക മലയാള സിനിമയുടെ ഗതി മാറ്റിയെഴുതിയ പേര്. ഒരു കലാകാരൻ, ഒരു ദീർഘദർശി, ഒരു പോരാളി. കഴിവുറ്റ പ്രതിഭകളാൽ സമ്പന്നമായ ഒരു സിനിമാ ലോകത്ത് ലിജോ വേറിട്ടു നിൽക്കുന്നത് നിലവിലുള്ള തരംഗങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് സ്വന്തമായി തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും ഓരോ പുതിയ പരീക്ഷണമാണ്, ഒരു പുതിയ ഭാഷയാണ്, ഒരു പുതിയ കാഴ്ചയാണ്. അത് അങ്കമാലി ഡയറീസിലെ റിയലിസ്റ്റിക് സംഘട്ടനങ്ങളാകട്ടെ, EMI വലിയ ദാർശനികമായ ആഴമാകട്ടെ, അല്ലെങ്കിൽ ജല്ലിക്കെട്ടിലെ അതിഭാവുകത്വപരമായ ഭാന്താകട്ടെ, ലിജോ ഒരിക്കലും സ്വയം ആവർത്തിക്കുന്നില്ല. അതുകൊണ്ടുതന്നെയാണ് എന്നെപ്പോലുള്ള ഒരു വലിയ ആരാധകവൃന്ദം അദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയ്ക്കായി ആകാംക്ഷയോടെ, കൗതുകത്തോടെ കാത്തിരിക്കുന്നവർ. അതുകൊണ്ടുതന്നെ മോഹൻലാലിനെ നായകനാക്കി മലൈക്കോട്ടെ വാലിബൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു മാസ്റ്റർപീസായിരുന്നു, ഒരു സിനിമാ വിപ്ലവം. പക്ഷേ പല രീതിയിലും ഞങ്ങൾക്ക് ലഭിച്ചത് മറ്റൊന്നായിരുന്നു. പക്ഷേ എവിടെയാണ് തെറ്റുപറ്റിയത്? രണ്ട് ഇതിഹാസങ്ങൾ ഒന്നിച്ച് ഈ സിനിമ സമീപകാലത്തെ ഏറ്റവും വലിയ നിരാശകളിലൊന്നായി മാറിയതെന്തുകൊണ്ടാണ്? ഇതൊരു വിദ്വേഷ വീഡിയോ അല്ല, ഇതൊരു ആരാധകന്റെ ശബ്ദമാണ്. ചില യഥാർത്ഥ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് കുറച്ച് പിന്നോട്ടു പോകാം. മുഖ്യധാരാ സിനിമയുടെ അതിരുകൾ ഭേദിക്കുക എന്നതായിരുന്നു എക്കാലവും ലിജോയുടെ ശക്തി. EMI തന്നെ ഉദാഹരണമായി എടുക്കാം. മരണത്തെക്കുറിച്ചുള്ള ഒരു സിനിമ, പക്ഷെ അതിൽ സ്ഥിരം കണ്ണീർ കഥകൾക്ക് പകരം അദ്ദേഹം നമുക്ക് നൽകിയത് പച്ചയായ ജീവിതമായിരുന്നു. ക്ലീഷകൾക്ക് പകരം ബഹളവും നർമ്മവും വികാരങ്ങളും അടിച്ചേൽപ്പിക്കാതെ തന്നെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതാണ് ലിജോ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നത് യഥാർത്ഥ ലോകങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ ക്യാമറ വെറുതെ നിരീക്ഷിക്കുകയല്ല, നമ്മളെ ആ ലോകത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അതിലുപരി ലിജോ തന്റെ പ്രേക്ഷകരുടെ ബുദ്ധിയെ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒന്നും സ്പൂൺ ഫീഡ് ചെയ്യില്ല, വിശദീകരിക്കില്ല, നമ്മളെ അനുഭവിപ്പിക്കും. ആ വിശ്വാസം ചുരുളിയിലും ജല്ലിക്കെട്ടിലും, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഡബിൾ ബാരലിലും പോലും നമുക്ക് കാണാം. അങ്ങനെയാണ് മലൈക്കോട്ടെ വാലിബൻ വരുന്നത്. മോഹൻലാൽ ലിജോടൊപ്പം കൈകോർക്കുന്നു എന്നതുതന്നെ ഒരു ആഘോഷമായിരുന്നു. ട്രെയിലർ വാഗ്ദാനം ചെയ്തത് ഐതിഹ്യങ്ങളിൽ വേരൂന്നിയതും എന്നാൽ ഗംഭീരമായി അവതരിപ്പിച്ചതുമായ എന്തോ ഒന്നാണ്. അതിലൊരു പ്രഭാവലയമുണ്ടായിരുന്നു, ഒരു ശൈലിയുണ്ടായിരുന്നു, ഒരു നിഗൂഢതയുണ്ടായിരുന്നു. ദൃശ്യങ്ങളും പശ്ചാത്തലവും സംഗീതവും ഓരോ ഫ്രെയിമിലും സിനിമ നിറഞ്ഞുനിന്നു. പക്ഷേ സിനിമ റിലീസായതോടെ സംസാരം മാറി. നെഗറ്റീവ് റിവ്യൂകൾ, സമ്മിശ്ര പ്രതികരണങ്ങൾ, ആശയക്കുഴപ്പത്തിലായ പ്രേക്ഷകർ, ഒടുവിലൊരു ബോക്സ് ഓഫീസ് ദുരന്തവും. എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നത് ഇതാണ്. ആദ്യം നമുക്ക് ഭാഷയെക്കുറിച്ച് സംസാരിക്കാം. സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് ഒരുതരം പുരാതന മലയാളമായിരുന്നു. കേൾക്കാൻ കാവ്യാത്മകമായി തോന്നാമെങ്കിലും ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ അത് സ്വാഭാവികമായി തോന്നിയില്ല. മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും സംസാരിച്ചത് ഈ പഴയ ശൈലിയിലായിരുന്നു. പല അഭിനേതാക്കൾക്കും അത് അനായാസമായി വഴങ്ങിയില്ല. ആ ഒഴുക്കില്ലായ്മ പ്രേക്ഷകരുമായുള്ള വൈകാരിക ബന്ധത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. മോഹൻലാൽ മാത്രമാണ് അത് ഗംഭീരമാക്കിയത്. അദ്ദേഹത്തിന്റെ അവതരണം അനായാസമായിരുന്നു, പ്രകടനം മനോഹരമായിരുന്നു. എന്നാൽ മറ്റു കഥാപാത്രങ്ങൾക്കൊരു തരം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. അവർ ജീവിക്കുകയായിരുന്നില്ല, അഭിനയിക്കുകയായിരുന്നുവെന്ന് തോന്നിപ്പോയി. ഒരു ലിജോ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് റിയലിസ്റ്റിക് പ്രകടനങ്ങളാണ്, അല്ലാതെ നാടകീയതയല്ല. അവിടെ വെച്ചാണ് സിനിമ നമ്മളെ നഷ്ടപ്പെടുത്താൻ തുടങ്ങിയത്. പക്ഷേ അതിലും വലിയ പ്രശ്നം സിനിമയുടെ സ്വരത്തിലുണ്ടായ മാറ്റമാണ്. ആദ്യ പകുതി ഒരു ക്ലാസിക് ലിജോ സിനിമയായിരുന്നു. ആഴമുള്ള, കാവ്യാത്മകമായ, സാവധാനത്തിൽ കഥ പറയുന്ന ഒന്ന്, ഒരു ദൃശ്യവിരുന്ന്, ഒരു ഫീൽ. എന്നാൽ രണ്ടാം പകുതി വന്നതോടെ പെട്ടെന്നതൊരു വേറെ സിനിമയായി മാറി. കുറച്ചുകൂടി കമേഴ്ഷ്യൽ, കുറച്ചുകൂടി സംഘർഷഭരിതം, കുറച്ചുകൂടി മുഖ്യധാര. സംഘടനരംഗങ്ങൾ, അതിനാടകീയത. എന്നിന് കൈത്തിയിലെ M134 മിനിഗൺ പോലെ ഒരു പീരങ്കിയുടെ അപ്രതീക്ഷിത രംഗപ്രവേശം വരെ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? സിനിമ അതിന്റെ ആത്മാവ് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചതായി തോന്നി. അത് നിർമ്മാതാക്കളുടെ സമ്മർദ്ദമായിരുന്നോ? ഒരു ഒത്തുതീർപ്പായിരുന്നോ? അതോ തെറ്റായി കണക്കുകൂട്ടിയൊരു പരീക്ഷണമായിരുന്നോ? അതിനുശേഷമാണ് അതിലും ആശ്ചര്യകരമായൊരു കാര്യം സംഭവിച്ചത്. റിലീസായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലിജോ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അഭിമുഖങ്ങൾ നൽകി, സിനിമയെ ന്യായീകരിച്ചു, ആ ശൈലിക്ക് പിന്നിലെ ഉദ്ദേശം വിശദീകരിച്ചു. അദ്ദേഹം ഇതിനു മുമ്പ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സാധാരണയായി അദ്ദേഹം ബോക്സ് ഓഫീസിനെക്കുറിച്ചോ പ്രതികരണങ്ങളെക്കുറിച്ചോ ശ്രദ്ധിക്കാറില്ല. കല സംസാരിക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. പക്ഷേ ഇത്തവണ അത് വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട്? ലളിതമായ ഉത്തരം: അദ്ദേഹം സഹനിർമ്മാതാവായിരുന്നു. ആമേൻ മൂവി മൊണാസ്ട്രി എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ബാനറാണ് മലൈക്കോട്ടെ വാലിബനെ സഹനിർമ്മിച്ചത്. അത് സമവാക്യങ്ങളെ മാറ്റിമറിച്ചു.
ഇത് അദ്ദേഹത്തിന്റെ സർഗാത്മക പദ്ധതി മാത്രമല്ല, സാമ്പത്തിക നിക്ഷേപവും കൂടിയായിരുന്നു. അതുകൊണ്ടുതന്നെ നഷ്ടസാധ്യത കൂടുതലായിരുന്നു. സമ്മർദ്ദം വ്യക്തിപരമായിരുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മൾ ലിജോയുടെ മറ്റൊരു മുഖം കണ്ടത്. ആത്മവിശ്വാസത്തോടെ മറുപടി പറയുന്നതിനു പകരം ന്യായീകരിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്ന ഒരാളെ. അത് ആരാധകർക്ക് ഒരു അസാധാരണ കാഴ്ചയായിരുന്നു. ഇനി നമുക്ക് കൈത്തിയെക്കുറിച്ച് സംസാരിക്കാം. ആ തമിഴ് ബ്ലോക്ക്ബസ്റ്റർ ഒരു പുതിയ ശൈലി അവതരിപ്പിച്ചു. ഒരു പരുക്കൻ നായകൻ, ശക്തമായൊരു ആയുധം, സ്റ്റൈലിഷ് ആക്ഷൻ. പെട്ടെന്ന് ആ മാതൃക ജനപ്രിയമായി. മലയക്കോട്ടെ വാലിബനിലും നമ്മൾ ആ സ്വാധീനം കണ്ടു. ആ പീരങ്കി രംഗം, പെട്ടെന്ന് ആക്ഷൻ പ്രാധാന്യമുള്ള ദൃശ്യങ്ങളിലേക്കുള്ള മാറ്റം, ഒരു ഐതിഹ്യ സിനിമ ഒരു ആക്ഷൻ സിനിമയായി മാറുന്നത്. ആ തരംഗത്തിൽ നിന്ന് മുതലെടുക്കാനുള്ളൊരു ശ്രമമായിട്ടത് തോന്നി. പക്ഷെ ഇതാണ് പ്രശ്നം. ലിജോ ഒരു ട്രെൻഡ് പിന്തുടരുന്നയാളല്ല, അദ്ദേഹം ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നയാളാണ്. അദ്ദേഹത്തെപ്പോലെയുള്ളൊരു സൃഷ്ടാവ് ഒരു തരംഗം സൃഷ്ടിക്കുന്നതിനു പകരം അതിൽ കയറി സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശരിയായിട്ട് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ലിജോയെ എഴുതിത്തള്ളാൻ ഇവിടെ വന്നതല്ല. ഞാനിവിടെ നിൽക്കുന്നത് എനിക്കദ്ദേഹത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. കാരണം പരാജയങ്ങൾ പുതുമയുടെ ഭാഗമാണ്. എല്ലാ മഹത്തായ സംവിധായകർക്കും അവരുടെ മോശം സമയങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ ധൈര്യമായ അല്ലെങ്കിൽ കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്ന ഒന്ന് പരീക്ഷിക്കുമ്പോൾ ഏറ്റവും മികച്ചവർ പോലും ഇടറാറുണ്ട്. ലിജോയുടെ കരിയർ റിസ്കുകൾ നിറഞ്ഞതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ മഹാനാക്കുന്നതും. EMYOന്റെ ക്ലൈമാക്സിൽ അനുഭവിച്ച രോമാഞ്ചം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ജെല്ലിക്കട്ടിയുടെ ഭ്രാന്തമായ ഊർജം, അങ്കമാലി ഡയറീസിലെ സിംഗിൾ ഷോട്ടിന്റെ അത്ഭുതം. അദ്ദേഹത്തിന് വീണ്ടും സിനിമയെ പുനർനിർവചിക്കാൻ കഴിയും. അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിരാശരായ ആരാധകരോട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാം. പരാജയം അഭിഘോഷിച്ച വിമർശകരോട് പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകില്ല. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയോട് ഞങ്ങളിവിടെയുണ്ട്, കാത്തിരിക്കുന്നു, വിശ്വസിക്കുന്നു. കാരണം യഥാർത്ഥ കല ഒരു സിനിമ കൊണ്ട് മരിക്കുന്നില്ല, അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത സിനിമ ആ കാത്തിരിപ്പിന് മൂല്യമുള്ളതായിരിക്കും. ഈ ആഴമുള്ള വിശകലനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ലിജോ സിനിമ ഏതാണ്. അടുത്ത തവണ കാണുന്നതുവരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, സിനിമയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക.